ഈ ബാങ്കിൻ്റെ EMI മുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്നൊരു ലോണോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കൃത്യമായ സമയത്ത് ആ ലോൺ അടയ്ക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ബാങ്കിൽ നിന്നും നമുക്ക് പ്രോപ്പറായ ടൈം ഡ്യൂറേഷനിൽ ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് മെസ്സേജുകളും കോളുകളും ഇമെയിലുകളും വരികയും ആ ഇമെയിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, അവഗണിക്കുകയാണെങ്കിൽ ഈ ബാങ്ക് ഈ പറയുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ്, ലോണിൻ്റെ വിവരങ്ങൾ അതാത് കളക്ഷൻ ഏജൻസിക്ക് കൈമാറുകയും ഈ കളക്ഷൻ ഏജൻസി അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇടുകയും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുകയും ഏറ്റവും നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ നിരാകരിക്കുകയാണെങ്കിൽ അതിനുശേഷം ഇത് അവർ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറുകയും അവർ നമുക്കെതിരെ ചെക്ക് എക്സിക്യൂഷൻ കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നതാണ്. ലോണ് എടുത്തിട്ട് തിരിച്ച് അടയ്ക്കാത്ത വ്യക്തി, അയാൾക്കെതിരെ ട്രാവൽ ബാൻ ഇമ്പോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ട്രാവൽ ബാൻ ഇമ്പോസ് ചെയ്തതിന് ശേഷവും വിത്തിൻ 15 ഡേയ്സിനുള്ളിലും നമ്മൾ അതിന് ഈ എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എങ്കിലോ അല്ലെങ്കിൽ മൊത്തമോ അടച്ചു തീർത്തില്ല എങ്കിൽ നമ്മുടേതായ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഇവയിൽ നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഇതിൻ്റെ അകത്തേക്കൊക്കെ അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ ഒക്കെ സാധിക്കുന്നതും അതുകൂടാണ്ട് നമുക്ക് എതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതുമാണ്.